എന്തിനാണ് കൗൺസിലിംഗ് പഠിക്കുന്നത്? എന്താണ് സൈക്കോളജി? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി പഠനം എന്നുള്ളത് ഒരുപാട് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ്, ജോലി നേടാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ തന്നെ അതിന് നല്ല ഇംഗ്ലീഷ് അറിയണം. അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നിമിഷം ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ മനഃശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ കുറിച്ചിട്ടും മനുഷ്യനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ? അങ്ങനെയാണ് നമ്മുടെയൊക്കെ ബോധം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരിക്കും, നമ്മുടെ മക്കളുണ്ടായിരിക്കും, അയൽവാസികൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സമാധാനം കിട്ടുന്നുള്ളതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ പറയണം, ഏത് പറയണം, ഇതൊക്കെ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരാൾ സൈക്കോളജി പഠനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കൗൺസിലിംഗ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ കാത്തു നിൽക്കേണ്ട. നിങ്ങൾ ഈ കൗൺസിലിംഗ് കോഴ്സിൽ ചേർന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ചേഞ്ചുകൾ വരാൻ സാധ്യമാകും. മുന്നൊക്കെ കോഴ്സ് കഴിഞ്ഞു പോയ ഒരുപാട് വിദ്യാർത്ഥികൾ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇതൊരു 10 വർഷം മുന്നേ പഠിക്കേണ്ടതായിരുന്നു, അതല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ പഠിക്കേണ്ടതായിരുന്നു. ഇതൊക്കെ എന്താണ് ഞങ്ങൾക്ക് കലാലയങ്ങളിൽ പഠിപ്പിച്ചു തരാത്തത്? എന്തുകൊണ്ടാണ് ഈ സീക്രട്ടുകളൊന്നും മനുഷ്യൻ തിരിച്ചറിയാത്തത് എന്നുള്ളത്? ഈ ഒരു ടെൻഷൻ ഇനിയും ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യനെ അറിയാൻ, മനസ്സിനെ അറിയാൻ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ മനസ്സിലാക്കാൻ, നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, എന്തുകൊണ്ടാണ് അയാൾ ആ സമയത്ത് എന്നോട് ഇങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ പ്രതികരിക്കാൻ തോന്നിയത്, നമ്മളെക്കുറിച്ച് അറിയണം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചറിയാൻ എളുപ്പമാണ്. മറ്റുള്ളവരെ തിരിച്ചറിയുമ്പോൾ നമുക്ക് അവരോട് പെരുമാറാനും എളുപ്പമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഉപകാരമുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ളത്. 9ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തെ എല്ലാം, നമ്മുടെ എല്ലാ മേഖലയിലും, ഇതിൽ കുറച്ച് ഇസ്ലാമിക് സൈക്കോളജി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പിരിച്വൽ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക്, അത് ഏത് മതക്കാരാവട്ടെ കേട്ടോ, അവർക്ക് ശരിക്ക് നമ്മുടെ ആത്മീയ താളത്തിൽ നല്ല ശ്രദ്ധ കിട്ടും. പല ആളുകളും നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പലതും വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സമാധാനം കിട്ടാറില്ല. നമ്മുടെ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്നിട്ട് പലരും പറയാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് സാറ്, പക്ഷെ മനസ്സമാധാനം കിട്ടുന്നില്ല എന്നുള്ളത്. ശരിയായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മേഖലകളിൽ, അല്ലെങ്കിൽ എല്ലാം ചെയ്തിട്ടും മനസ്സമാധാനം കിട്ടാതെ വരുന്നത്? കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉംറക്ക് പോയിട്ട് മക്കത്ത് വെച്ചിട്ട് ആകെ ഹാലായിട്ട് അസ്വസ്ഥമായി, ആ പോയ യാത്രയൊക്കെ കൊളായിട്ട് അവിടുന്ന് ഒരു ഫാമിലി എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ചൊരു കാര്യമുണ്ട്, സാറേ ഇവിടെ വന്നിട്ട് പോലും ഇത്രയും അസ്വസ്ഥമായിട്ട് പരീക്ഷണങ്ങൾ വരുന്നത് എന്താണെന്നുള്ളത്. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ആ പ്രശ്നങ്ങളെ തിരുത്തി ഹാപ്പി ആയിട്ട് അവർ ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളിയുടെ ഉള്ളിലാണെങ്കിലും അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് നല്ല സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ മനസ്സ് മാറാതെ എവിടെ പോയിരുന്നിട്ടും കാര്യമില്ല, നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മുടെ മനസ്സിന് ശാന്തിയുണ്ടോ, പോസിറ്റീവ് തോട്ട്സുകളുണ്ട്, നമുക്ക് നമ്മുടെ ഇമോഷൻസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ എവിടെ എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം, ഈ തിരിച്ചറിവുകളൊക്കെ ഉണ്ട് എങ്കിൽ ഏത് മുള്ളിൻ്റെ മേലിരിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജി അല്ലെങ്കിൽ ഈ മനഃശാസ്ത്ര പഠനം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒഴിച്ചു മാറാൻ പറ്റാത്തതാണ്. പിന്നെ ഒരു കോഴ്സ് മാത്രമായിട്ട് നമ്മളത് പഠിക്കരുത്. നമ്മളിപ്പോൾ കോഴ്സിൽ സിലബസ് മാത്രമൊന്നുമല്ല പഠിപ്പിക്കുന്നത്, അതിനപ്പുറം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിപ്ലോമയുടെ ഭാഗമായിട്ട്. പിന്നെ നമ്മളൊരാളെടുത്ത് കൗൺസിലിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ കൗൺസിലിംഗ് പഠിച്ച ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനഃശാസ്ത്രം അറിയുന്ന ഒരാളെ ആളോട് സംസാരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ അടുത്ത് ഒരാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വന്നു, നമ്മൾ അയാൾക്ക് 10 രൂപ അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് പോയി കഴിക്കും. കാലത്ത് വന്ന ആൾ ഉച്ചക്കും വരും, അപ്പോഴും നമ്മൾ 50 രൂപ എടുത്ത് കൊടുക്കും. രാത്രിയും വരും ചിലപ്പോൾ എനിക്ക് ഭക്ഷണത്തിന്, നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോകും. ചുരുക്കി പറഞ്ഞാൽ അയാൾ ഓരോ ദിവസം തെണ്ടി തിന്നുകൊണ്ടിരിക്കുക അല്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ഒരു പോസിറ്റീവായ രീതിയിൽ മനഃശാസ്ത്രം പഠിച്ച ആളാണെങ്കിൽ ഫസ്റ്റ് വന്നാൽ ഒരു പക്ഷേ 50 രൂപ എടുത്തു കൊടുക്കും. പിന്നീട് അയാളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളിൽ നിന്ന് അയാളെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അയാളോട് സംസാരിച്ചിട്ട് അയാളുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അയാൾക്ക് പറ്റുന്ന
ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മാനസിക പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പക്വത മറന്നിട്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ പരിഹരിച്ചുകൊണ്ട് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ സമയമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളോ തെണ്ടി തിന്നാതെ അയാൾക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ കൗൺസിലർക്ക് കഴിയുമെന്നുള്ളതാണ്. അതല്ലാത്ത ആളുകൾ ഇങ്ങനെ അയ്യോ പാവല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്നും വാങ്ങി ഇവിടുന്നും വാങ്ങി ഇയാളെ സഹായിക്കും. ഫലത്തിൽ അയാൾ ഇങ്ങനെ കൈനീട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുടുംബിനികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏതെങ്കിലും വിളിച്ചു പറയേണ്ടവരാണോ, എല്ലാം സ്വീകരിക്കേണ്ടവരാണോ, എല്ലാവരുടെയും കൂടെ ഇറങ്ങിപ്പോവേണ്ടവരാണോ, പഞ്ചാര വാക്കുകളും പ്രകോപനങ്ങൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങളും അല്ലെങ്കിൽ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്ന മനുഷ്യൻ്റെ മനഃശാസ്ത്രം എന്താണ്, അവൻ്റെ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക, എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മുന്നിലൊരു വ്യക്തി ഇങ്ങനെ വന്ന് നിന്ന് അപ്പം മനസ്സിലാവും കൊച്ചു കള്ള ഇതാണല്ലേ മനസ്സിലിരിപ്പ്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലൊരു വ്യക്തി വന്ന് നിന്നാൽ അപ്പം മനസ്സിലാക്കാൻ പറ്റും ശരിക്കും മനഃശാസ്ത്രം പഠിച്ച ആൾക്ക്, കൗൺസിലിംഗ് മേഖലയിലൂടെ സഞ്ചരിച്ച ഒരാൾക്ക്. എന്ത് പഞ്ചാരവാക്ക് പറഞ്ഞാലും, എന്ത് ഒലിപ്പിച്ചാലും, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം നൽകിയാലും അവൻ്റെ ശൈലി, അവൻ്റെ മുഖഭാവം, അവൻ്റെ നോട്ടം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്രയും തിരിച്ചറിവുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരാൾക്കും ചതിയിൽപ്പെടുത്താനൊന്നും പറ്റൂല. പിന്നെ മാത്രമല്ല, എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും എന്ത് തന്നെ ലഭിച്ചാലും ഒരു പരിധിയിൽ കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ദുഃഖങ്ങളൊന്നും ഈ കൗൺസിലിംഗ് മേഖലയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഉണ്ടാവാറില്ല. പക്വതയുള്ള ഒരു കൗൺസിലറെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പേരിനൊരു കൗൺസിലിംഗ് പഠിച്ചിട്ട് സ്വന്തം മനസ്സിനെയും ശരീരത്തിനെയും ജീവിതത്തിനെയും ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റാത്തവരെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഏതൊരാൾക്കും ഇൻഷാ അല്ലാഹ് കൗൺസിലിംഗ് സൈക്കോളജിയുടെ പഠനം ഏറ്റവും രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബ് നടത്തുന്ന 9ാമത്തെ ബാച്ചാണ്. ഈ 9ാമത്തെ ബാച്ച് ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അഡ്മിഷൻ പൂർത്തിയാക്കി ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ജീവിതം വെറുതെയാകില്ല, സമയം വെറുതെയാകില്ല. ഇതിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന എത്ര ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും അത് നിങ്ങൾക്ക് വലിയ ലാഭമായിരിക്കും. വലിയൊരു എമൗണ്ട് ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു രജിസ്ട്രേഷനും പിന്നെ ചെറിയൊരു കോഴ്സ് ഫീ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യനെ കൊണ്ട് കോഴ്സ് ചെയ്യിപ്പിച്ചാൽ ആ ഭർത്താവിന് കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ട് ആ കോഴ്സ് ചെയ്യിച്ചാൽ സമാധാനം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടി ചെയ്താലോ രണ്ടാളെയും കള്ളത്തരങ്ങൾ പൊളിയും, അല്ലെങ്കിൽ രണ്ടാൾക്കും മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു അർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു കോഴ്സാണ് മനഃശാസ്ത്ര പഠനം എന്നുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ സിലബസിൻ്റെ അപ്പുറത്തേക്ക് പല സീക്രട്ടുകളും, അത് മെഡിറ്റേഷനെ കുറിച്ചിട്ട്, യോഗയെ കുറിച്ചിട്ട്, ഹിപ്നോട്ടിസത്തിനെ കുറിച്ചിട്ട്, മറ്റ് മർമ്മങ്ങളെക്കുറിച്ച്, അങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങളും നമ്മൾ നമ്മുടെ പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബിൽ വെച്ചിട്ടും ഓൺലൈനായിട്ടൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടും ഈ കോഴ്സ് ചെയ്യാം. കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കുക. പിന്നെ മാസത്തിലൊരു ഓഫ്ലൈൻ നാട്ടിലുള്ളവർക്കൊക്കെ ഇവിടെ കൂടാം, വിദേശത്തുള്ളവർക്കൊക്കെ ഞാൻ അവിടെ പോകുമ്പോൾ അതിൻ്റെ കോഴ്സും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പുണ്ട് പീസ് ആൻഡ് പോസിറ്റീവ് ഫാമിലി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഓരോ ബാച്ചിനും ആ ബാച്ചിൽ നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള അടിപൊളി പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രഭാഷകനാവണോ, നല്ലൊരു ട്രെയിനർ ആവണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയും തിളങ്ങാൻ പറ്റുന്ന ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളെ കൂടിയിട്ട് അടിപൊളി ഡിസൈനോട് കൂടിയിട്ട് മാഷാ അല്ലാഹ് നമ്മൾ 9ാമത്തെ ബാച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം കാത്തു നിൽക്കേണ്ട, പറ്റുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.